ഇന്ത്യയുടെ പ്രധാനമന്ത്രി ബിജെപിയുടെ കരുത്താർന്ന മുഖം നരേന്ദ്രമോദി ഇത് 6ാം തവണയാണ് കേരളം സന്ദർശിക്കുന്നത്. കേരളത്തിന് തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലും കർണാടകയിലുമൊക്കെ നരേന്ദ്രമോദി നിരന്തരമായി സന്ദർശനം നടത്തുന്നുണ്ട്. എന്താണ് അതിന് കാരണം? കാരണം മറ്റൊന്നുമല്ല, ഇന്ത്യ സഖ്യത്തിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളാണ് കർണാടകയും തമിഴ്നാടും കേരളവും ഒക്കെ. അവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികാരത്തിലേക്ക് കയറാൻ കാത്തു നിൽക്കുന്ന ബി.ജെ.പിക്ക് വെല്ലുവിളിയായി നിൽക്കുന്ന 3 സംസ്ഥാനങ്ങളിലും ബി.ജെ.പിയുടെ വേര് കുറച്ചുകൂടി ആഴത്തിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യം തന്നെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും മറ്റ് ബി.ജെ.പി നേതാക്കന്മാരുമൊക്കെ നിരന്തരമായി ഇങ്ങനെ കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലും ഒക്കെ എത്തുന്നതിന്റെ പ്രധാന കാരണം. കേരളത്തിലേക്ക് വരുമ്പോൾ ബി.ജെ.പിക്ക് സീറ്റുകൾ ലഭിക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ ലഭിച്ചാൽ തന്നെ സാധ്യത ഉള്ളതായി ബി.ജെ.പി കണക്കാക്കുന്ന 6 A+ മണ്ഡലങ്ങളിൽ ആകെയുള്ളത് 2 ആണ്. അത് തൃശ്ശൂരും തിരുവനന്തപുരവുമാണ്. അവിടെയും കിട്ടുവാനുള്ള സാധ്യത വളരെ കുറവാണ്. രണ്ടാമത് കർണാടകയാണ്. കർണാടകയിലേക്ക് എത്തുമ്പോൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടി ഒട്ടുമിക്ക സീറ്റുകളിലും വിജയിച്ചു വന്ന ബി.ജെ.പിക്ക് 2023 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിലുള്ള ആ വോട്ട് വ്യത്യാസം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെയും കാര്യമായി ബാധിക്കുമെന്ന ഒരു തോന്നലിന്റെ പുറത്തുകൂടിയാകണം കർണാടകയിലും നരേന്ദ്രമോദി എത്തിയതിന്റെ പ്രധാന കാരണം. കഴിഞ്ഞ പ്രാവശ്യത്തേതുപോലെ കോൺഗ്രസ് ഒറ്റയ്ക്കും DMK ഒറ്റയ്ക്കുമൊന്നുമല്ല തമിഴ്നാട്ടിൽ മത്സരിക്കുന്നത്. ഇന്ത്യ സഖ്യം എന്ന ഒരു മഹാസഖ്യത്തിന്റെ പിൻബലത്തിലാണ്. അതുകൊണ്ട് ബി.ജെ.പിയെ തകർത്തെറിയുവാൻ, ഇന്ത്യ സഖ്യത്തെ അധികാരത്തിൽ നിന്ന് താഴെയിറക്കുവാൻ ഇന്ത്യ സഖ്യം ഏറ്റവും പ്രാധാന്യത്തോടു കൂടി കാണുന്ന സംസ്ഥാനങ്ങളാണ് കർണാടകയും തമിഴ്നാടും കേരളവും. എന്നാൽ ദേശീയ തലത്തിൽ വരെ ചർച്ചയായിട്ടുള്ള PMark ഏജൻസിയുടെ സർവേ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ തമിഴ്നാടും കർണാടകയും കേരളവും ഒക്കെ ആർക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ്. സർവേ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ കേരളത്തിൽ 20 ഇടങ്ങളിലും ഇന്ത്യ സഖ്യമായിരിക്കും മുൻപന്തിയിലെത്തുക. കേരളത്തിന് സീറ്റ് ലഭിക്കുവാനുള്ള സാധ്യതകൾ കുറവാണ് എന്ന് തന്നെയാണ് സർവേ പറയുന്നത്. അതായത് 20 ലോക്സഭാ മണ്ഡലങ്ങളിലും ഇന്ത്യ സഖ്യം തന്നെ അധികാരത്തിലെത്തും. ഒരുപക്ഷെ അവിടെ LDFന്റെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ UDFന്റെ സ്ഥാനാർത്ഥി, ഇങ്ങനെയായിരിക്കും വിജയ സാധ്യത കേരളത്തിലുള്ളത്. പക്ഷേ കർണാടകയുടെയും തമിഴ്നാടിന്റെയും കാര്യം അങ്ങനെയാണോ? 7 ലക്ഷത്തിലധികം അണികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയും സ്റ്റാലിനുമൊക്കെ ചേർന്ന് നടത്തിയ ഒരു മഹാസംഗമം ഉണ്ടായിരുന്നു. ആ സംഗമമൊക്കെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി പ്രതിഫലിക്കുമോ എന്നുള്ളത് വലിയ ഒരു ചോദ്യം തന്നെയാണ്. നമുക്ക് PMark സർവേ ഒന്ന് പരിശോധിക്കാം. തമിഴ്നാട്ടിലും കേരളത്തിലും എങ്ങനെയാണ് NDAയുടെയും ഇന്ത്യ സഖ്യത്തിന്റെയും പിൻബലമെന്ന്. ഇന്ത്യ സഖ്യം കാര്യമായ രീതിയിലുള്ള മേൽക്കൈ തമിഴ്നാട്ടിലും കർണാടകയിലും കൈവരിക്കുമോ എന്ന്. അതല്ല NDA കഴിഞ്ഞ തവണത്തെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ സീറ്റുകൾ പിടിക്കുമോ എന്ന്. തമിഴ്നാട്ടിൽ ബി.ജെ.പിക്ക് അണ്ണാമലയുടെ കരുത്താർന്ന ഒരു നേതൃത്വമുണ്ട്. അണ്ണാമലയുടെ നേതൃത്വത്തിൽ പല രാഷ്ട്രീയ സാഹചര്യങ്ങളും ബി.ജെ.പിക്ക് അനുകൂലമാണ്. തമിഴ്നാട്ടിൽ അണ്ണാമല നയിക്കുന്ന ബി.ജെ.പിക്ക് കരുത്തുകൾ ഏറെയാണ്. എന്നാൽ കാര്യമായ രീതിയിൽ കരുത്ത് കാണിക്കുവാൻ സ്റ്റാലിന്റെ ഒരു വലിയ പട സമ്മതിക്കുന്നില്ല എന്ന് തന്നെ പറയാം. സ്റ്റാലിനൊപ്പം കോൺഗ്രസും മറ്റ് പാർട്ടികളും ചേരുന്നതോടുകൂടി ഇന്ത്യ സഖ്യത്തെ വളർത്തിയടിക്കുവാൻ കഴിയുന്ന കരുത്ത് തമിഴ്നാട്ടിൽ ബി.ജെ.പിക്കുണ്ടോ എന്ന ചോദ്യത്തിന് സർവേ ഫലം നൽകുന്ന മറുപടി ഇങ്ങനെയാണ്. തമിഴ്നാട്ടിൽ ആകെയുള്ളത് 39 സീറ്റുകൾ. അതിൽ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരാൻ സാധ്യതയുള്ളത് 36 മുതൽ 39 സീറ്റുകളിലാണ്. അതായത് സിംഹഭാഗവും അധികാരത്തിലെത്തുവാൻ സാധ്യതയേറെയുള്ളത് ഇന്ത്യ സഖ്യമാണ്. ആകെ NDAക്ക് ലഭിക്കുവാൻ സാധ്യതയുള്ളത് 0 മുതൽ 2 സീറ്റുകളാണ്. തകർന്നടിയുകയാണ് തമിഴ്നാട്ടിൽ ബി.ജെ.പി എന്ന് തന്നെ പറയേണ്ടതായുണ്ട്. അവിടെ DMKയും കോൺഗ്രസും ഒക്കെ സംഘടിക്കുന്ന ഇന്ത്യ സഖ്യത്തിന്റെ കരുത്ത് വളരെ 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 മുൻപിലാണ്. 39 സീറ്റുകളിൽ തമിഴ്നാട്ടിൽ 36 മുതൽ ഒരുപക്ഷെ 39, അതായത് കേരളത്തിലെ പോലെ തന്നെ 39 സീറ്റുകളിലും കോൺഗ്രസോ അല്ലെങ്കിൽ DMKയോ അല്ലെങ്കിൽ മറ്റ് ഘടകകക്ഷികളോ ചേരുന്ന ഇന്ത്യ സഖ്യത്തിലെ സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്ന് തന്നെയാണ് സർവേ ഫലം പറയുന്നത്. ഇനി കർണാടകയിലേക്ക് വരുമ്പോൾ കർണാടകയിൽ 2023 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി കോൺഗ്രസ് അധികാരത്തിലെത്തുമ്പോൾ അവിടെ മറ്റ് ഘടകകക്ഷികളുടെ കൂടെ പിന്തുണ ലഭിക്കുമ്പോൾ മികച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചു വരുവാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇന്ത്യ സഖ്യമുള്ളത്. എന്നാൽ കോൺഗ്രസ് കൂടുതലെടുത്ത് മത്സരിക്കുന്ന കർണാടകയിൽ കാര്യമായ രീതിയിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുവാൻ പോലും കഴിയാത്ത തരത്തിലേക്ക് ദുർബലപ്പെട്ടു പോയിരുന്നു കർണാടകയിലെ കോൺഗ്രസ് എന്ന് തന്നെ പറയേണ്ടതായുണ്ട്. സിദ്ധരാമയ്യയും DK ശിവകുമാറും ഒക്കെ നേതൃത്വം നൽകുന്ന കർണാടകയിലെ കോൺഗ്രസിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയോട് ഏറ്റുമുട്ടി നിൽക്കുവാനുള്ള കരുത്തുണ്ടോ എന്ന ചോദ്യത്തിന് സർവേ ഫലം നൽകുന്ന മറുപടി ഇല്ല എന്ന് തന്നെയാണ്. അതായത്
കർണാടകയിൽ ആകെയുള്ള സീറ്റുകൾ 28. അതിൽ NDA കരസ്ഥമാക്കുവാൻ സാധ്യതയുള്ളത് 24 മുതൽ 27 സീറ്റുകളാണ്. ഇന്ത്യ സഖ്യമാകട്ടെ 1 മുതൽ 4 സീറ്റുകൾ വരെയും. ഒരു തരത്തിൽ നോക്കുമ്പോൾ കർണാടകയിൽ കോൺഗ്രസിന് മുന്നേറ്റമുണ്ട്. അതായത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ മാത്രം വിജയിച്ച കോൺഗ്രസ് ഇക്കുറി 1 മുതൽ 4 സീറ്റ് വരെ കൈക്കലാക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് സർവേ ഫലം പറയുന്നത്. എന്നാൽ 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി ഒട്ടുമിക്ക സീറ്റുകളിലും വിജയിച്ചു വന്ന കർണാടകയിൽ എങ്ങനെയാണ് ഈ 4 സീറ്റിലേക്ക് ഇന്ത്യ സഖ്യത്തിന്റെ പിൻബലത്തിൽ നിൽക്കുമ്പോൾ പോലും തകർന്നു പോകുന്നത് എന്നത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. ഇന്ത്യ സഖ്യം അധികാരത്തിൽ എത്തുമെന്ന് വിശ്വസിക്കുന്നവർ കണക്കുകൂട്ടുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് കേരളവും തമിഴ്നാടും കർണാടകയുമാണ്. അവിടെ കേരളത്തിൽ നിന്നുള്ള 20 സീറ്റുകളും കർണാടകയിൽ നിന്നുള്ള 28 സീറ്റുകളും തമിഴ്നാട്ടിൽ നിന്നുള്ള 39 സീറ്റുകളും ഇന്ത്യ സഖ്യം പിടിച്ചെടുത്താൽ 87 സീറ്റുകളിൽ വിജയിച്ചു വരുവാൻ സാധിച്ചാൽ ആ 87 സീറ്റുകൾ ഇന്ത്യ സഖ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മുതൽക്കൂട്ട് തന്നെയാണ്. ഹിന്ദു ഹൃദയ ഭൂമികളിലെല്ലാം സഖ്യത്തിന്റെ ബലം കാഴ്ചവെക്കുവാൻ സാധിച്ചാൽ കാര്യമായ മുന്നേറ്റം ഇന്ത്യ സഖ്യത്തിന് അവിടെ പ്രകടിപ്പിക്കുവാൻ സാധിക്കും. എന്നാൽ മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും എല്ലാം BJP കാര്യമായ രീതിയിലുള്ള മേൽക്കൈ ഉണ്ടാക്കുമെന്ന് തന്നെയാണ് സർവേ ഫലങ്ങൾ പുറത്തു വരുന്നത്. എന്തായാലും ആകാംക്ഷയിലും അതിനുപരി ആത്മവിശ്വാസത്തിലുമാണ് തെക്കേ ഇന്ത്യയിലെ കോൺഗ്രസിലെയും ഇന്ത്യ സഖ്യത്തിലെയും നേതാക്കന്മാർ. സർവേ ഫലത്തിൽ കർണാടക മാത്രമാണ് തെക്കൻ കേരളത്തിൽ നിന്ന് കാര്യമായ രീതിയിൽ കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും തിരിച്ചടിയായി നിൽക്കുന്നത്. എന്നാൽ തമിഴ്നാടും കേരളവും നൽകുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല. കാര്യമായ രീതിയിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഒന്ന് പ്രവർത്തിച്ചാൽ ഒരു പക്ഷേ ഇന്ത്യ സഖ്യത്തിന് അധികാരത്തിലെത്താൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് നേതാക്കന്മാർ.